വീഡിയോയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ മൈക്രോസ്കോപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ മൈക്രോസ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കാൻ മറന്നു. എൻ്റെ പപ്പ നേരത്തെ ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഇവിടെ ചെറിയ ലാബിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പപ്പ എനിക്ക് ക്ലീൻ ചെയ്ത് എടുത്തു തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്സിനെ പറ്റി എനിക്കറിയാവുന്നതുപോലെ ഞാൻ എനിക്കൊന്ന് പറഞ്ഞു. ഇതാണ് ഐ പീസ്. നമ്മുടെ ടീച്ചർ നമുക്ക് ഫസ്റ്റ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇതാണ് ഐ പീസ്. ഇതിന് വഴിയാണ് നമ്മുടെ സെൽസിനെയൊക്കെ നമ്മൾ കാണുന്നത്. ഇതാണ് എൻ്റെ ബോഡി ട്യൂബ്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതാണ് റിവോൾവിങ് നോസ് പിൻ. ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ലെൻസസ് ഒക്കെ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് അതിന് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഇത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. അപ്പം ഇത് രണ്ടുമാണ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസസ്. നമുക്ക് 4 ലെൻസസ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ 3 ഉള്ളൂ. ഒരെണ്ണം പഴയതായതുകൊണ്ട് കാണില്ല. അപ്പോൾ ഒരെണ്ണം 100x ലെൻസും 10x ലെൻസും 45x ലെൻസും പിന്നെ ഒരു 4x ലെൻസും ആണ് ഉള്ളത്. ഇത് സ്റ്റേജാണ്. ഈ സ്റ്റേജിലാണ് നമ്മുടെ സ്ലൈഡ് വെച്ചിട്ട് നമ്മൾ സെൽസിനെ പറ്റി കാണുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് കണ്ടൻസറാണ്. ഈ കണ്ടൻസറിൽ ഒരു മിറർ ഉണ്ട്. ഇതിൽ നമ്മൾ ലൈറ്റ് റിഫ്ലക്റ്റ് ആയാണ് നമ്മുടെ സെൽസിനെ കാണുന്നതെന്നാണ് എനിക്കറിയാവുന്നത് കേട്ടോ. അത് താഴെ ഒരു ബേസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് ബേസ്. ഇവിടാണ് മിറർ വരുന്നത്. ഇപ്പോൾ പഴയതാണ്ട് മിറർ കാണുന്നില്ല. അപ്പോൾ മിററിലെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്താണ് ഇത് കണ്ടോ ഈ കണ്ടൻസറിൽ കാണുന്നത്. അത് കഴിഞ്ഞ് സെല്ല് നമുക്കിവിടെ കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യണം.